അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഫുട്ബോൾ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അദ്ദേഹം ഒരു ക്രിസ്തുമതം ഫോളോ ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അധിക പേജുകളും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ വിവാഹ വാർഷിക പരിപാടി എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. പിന്നെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചില മലയാള മാധ്യമങ്ങളൊക്കെ അവരുടെ പേജുകളിൽ അത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ ഡേറ്റാണ് എല്ലാവരും ഷെയർ ചെയ്തിട്ടുള്ളത്. ആഗസ്റ്റ് 8-നാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിവാഹിതനാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. ആ മക്കളുടെ മദറിനെ തന്നെയാണ് വിവാഹം ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി അറിയില്ല, ക്രിസ്തുമതത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് പറ്റുമോ? പറ്റുന്ന അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ഇത് ഇങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ഫോളോ ചെയ്യുന്ന, നിരന്തരം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പള്ളികളിൽ വരെ CR7 ഷർട്ട് ഇട്ട് കാണാണ് കുട്ടികളെ നിസ്കരിക്കാൻ വരുന്നത്. ഞാൻ മുമ്പത് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചൊരു വിഷയം കൂടിയാണ്. നിസ്കരിക്കാൻ വരുന്ന കുട്ടികളുടെ ഷർട്ടിന് വരെ CR7 എഴുതിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത്രയും കുട്ടികൾ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളാകുമ്പോൾ അദ്ദേഹത്തിൽ ഒരുപാട് നന്മകൾ വേറെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ വരുന്ന വാർത്ത, അദ്ദേഹത്തിൻ്റെ 5 മക്കളുടെ മദറിനെ അദ്ദേഹം ആഗസ്റ്റ് 8-ാം തീയതി 2026 വിവാഹം ചെയ്യാൻ പോകുകയാണ് എന്നൊരു വാർത്ത കണ്ടപ്പോൾ ഒരു പുനർവിവാഹമായിരിക്കില്ല. അപ്പം ഇങ്ങനെ ക്രിസ്തുമതത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്നൊരു നമുക്കറിയില്ല. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മതസ്ഥരുടെ വിവാഹ ചടങ്ങുകളെ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് എന്തിനാ മതം കുത്തിക്കയറ്റുന്നതെന്നൊക്കെ ചോദിച്ച യുക്തിവാദികൾ വരാൻ സാധ്യതയുണ്ട്. ഇത് യുക്തിവാദികൾക്കുള്ള ഒരു വീഡിയോ അല്ല, ഇതിൻ്റെ അവസ്ഥകൾ അറിയുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ ഇസ്ലാം മറ്റു മതസ്ഥരുടെ വിവാഹ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ആളുകൾ, ഒരു ഭാര്യയും ഭർത്താവും ഇസ്ലാമിലേക്ക് ഒന്നിച്ചു വന്നാൽ പിന്നെ അവർക്കൊരു നിക്കാഹ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവരുടെ മതത്തിൽ അവർ നടത്തിയ ആ ചടങ്ങുകളൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്ന അർത്ഥം. അപ്പോൾ നമ്മൾ ഇവരുടെ ക്രിസ്ത്യാനികൾ നടത്തുന്ന വിവാഹ ചടങ്ങ് പ്രകാരം വിവാഹം ചെയ്തിട്ടില്ല